കോട്ടയത്ത് ഹണി ട്രാപ്പിലൂടെ യുവാവിന്റെ 60 ലക്ഷവും 61 പവന്റെ സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി പിടിയിൽ. അതിരമ്പുഴ സ്വദേശിനി ധന്യ അർജുനാണ് ഗാന്ധിനഗർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ഏപ്രിൽ 3-ന് ഗാന്ധിനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അലൻ തോമസ്, ധന്യയുടെ ഭർത്താവ് അർജുൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ഇവർ ഒളിവിലാണ്. ഗർഭിണിയാണെന്ന പരിഗണനയിൽ കോടതി ധന്യയെ ജാമ്യത്തിൽ വിട്ടയച്ചു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഒരു മാസം മുൻപ് നടന്ന സംഭവമാണ്. ഈ ഹണി ട്രാപ്പിലൂടെ യുവാവിൻ്റെ പണവും സ്വർണവും തട്ടിയെടുത്ത കേസിൽ ഇതിൽ നേരത്തെ തന്നെ ഈ ധന്യയെക്കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു. ഈ കേസിൽ ധന്യയുടെ പങ്ക് എത്രത്തോളം ഉണ്ട്? ഈ 3 പേർക്ക് മാത്രമാണ് ഈ കേസിൽ പങ്കുള്ളത്. ടോം, ഇത് ഏതാണ്ട് 2022 മാർച്ച് മാസം മുതൽ 2024 ഡിസംബർ വരെ നടന്നൊരു കുറ്റകൃത്യമാണ്. അതിലാണ് പിന്നീട് പരാതി ഉണ്ടാകുകയും അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ ധന്യയുടെ വീടിന് സമീപം താമസിച്ച ഒരു യുവാവുമായി ഇവർ അടുപ്പം സ്ഥാപിക്കുന്നു. പിന്നീട് ഇയാളും ഒന്നിച്ചിട്ടുള്ള നഗ്ന ചിത്രങ്ങൾ എടുക്കുകയാണ് ഈ ധന്യ ചെയ്തത്. ഇതൊരു ആസൂത്രിതമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഈ ഭർത്താവിനും ഒപ്പം തന്നെ മറ്റൊരാൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. അതായത് ഏതാണ്ട് 60 ലക്ഷം രൂപയും 61 പവനുമാണ് ഈ പ്രതി തട്ടിയെടുത്തു എന്നാണ് വിവരം. നിലവിൽ ഈ പ്രതി ജാമ്യത്തിലാണ്. കോടതിയിൽ ഹാജരാക്കി, ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഈ പ്രതി നേരത്തെ സമർപ്പിച്ചിരുന്നു ഹൈക്കോടതിയിൽ. പക്ഷേ പോലീസിൽ കീഴടങ്ങി കേസ് അന്വേഷണത്തെ നേരിടാനുള്ള നിർദ്ദേശമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. ടോം, ഇതില് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ PRO ഏതാണ്ട് ഒരു മാസം മുൻപ് ഒരു വിജിലൻസ് കേസിൽ പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ കേസിലെ പരാതിക്കാരിയായിരുന്നു ഈ ധന്യ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഈ PROവുമായി അടുപ്പം സ്ഥാപിക്കുന്നു, പലതരത്തിലുള്ള ചാറ്റുകൾ നടത്തുന്നു. പക്ഷെ ഈ ധന്യ നൽകിയ ചില കേസുകൾ ഇയാൾ വലിച്ചിഴയ്ക്കുന്നു എന്നുള്ളതായിരുന്നു ധന്യയുടെ ആരോപണം. ഇതിനെ തുടർന്ന് ഇയാൾ മദ്യം കുപ്പി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു പരാതി. അത് നൽകാൻ ഒരു ഹോട്ടലിലെത്തിയപ്പോൾ അവിടെ വെച്ച് വിജിലൻസ് സംഘം അയാളെ പിടികൂടുകയായിരുന്നു. അങ്ങനെ ഈ കേസിനൊരു 2 വശമുണ്ട്, 2 ഭാഗമുണ്ട്. ഒരു കേസിൽ ധന്യ പരാതിക്കാരിയാണ്. ഇത് അതിനു മുൻപ് നടന്നൊരു കേസിൽ 2022 മുതൽ 2024 വരെ നടന്ന കേസിൽ ധന്യ പ്രതിയുമാണ് എന്നുള്ളതാണ്. എന്തായാലും ധന്യ ഗർഭിണി ആയതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും അവർക്ക് ജാമ്യം ലഭിച്ചു. തീർച്ചയായും ശ്രീജിത്ത്, ഇത് അങ്ങനെയാണെങ്കിൽ ധന്യ ഭർത്താവും സുഹൃത്തിനോടൊപ്പം ചേർന്ന് പതിവായി ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിനു മുൻപ് ഏതെങ്കിലും ഹണി ട്രാപ്പ് കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ ശ്രീജിത്ത്? ടോം, അങ്ങനെ ഒരു വിവരമില്ല. പോലീസ് മറ്റേതെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ ഈ ഹണി ട്രാപ്പ് കേസുകളുടെ ഒരു പ്രശ്നം ഇത് പലരും പരാതി കൊടുക്കില്ല എന്നുള്ളതാണ്. ഈ അർജുൻ ഗോപി എന്നാണ് ധന്യയുടെ ഭർത്താവിന്റെ പേര്. മറ്റൊന്ന് അലൻ തോമസ്. ഇവർ 2 പേരും ചേർന്ന പ്രതികളാണ്. ഇവർ ഒളിവിലാണ്. എന്തായാലും ഈ കേസിൽ ഹൈക്കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളിയതാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതാണ് ഇതിൽ നിർണായകമായത്. ഈ സംഭവങ്ങൾ അടക്കമുള്ള വിജിലൻസ് കേസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നേരത്തെയും ഇത്തരം നീക്കങ്ങൾ നടന്നിട്ടുള്ളതായുള്ള വിവരം എന്നുള്ളത് ഈ നേരത്തെ പറഞ്ഞ പോലീസുകാരനെതിരായ വിവരമാണ്. ഈ വിവരം ഉള്ളപ്പോൾ തന്നെയാണ് ധന്യയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടെന്നറിയുകയും പോലീസ് ഇതിലെ പരാതിക്കാരൻ പരാതി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് ധന്യക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. പക്ഷേ പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകിയതോടുകൂടി പോലീസ് പിന്നീട് നേരിട്ട് അറസ്റ്റിലേക്ക് കടന്നിരുന്നില്ല. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ അപ്പോഴും ധന്യയ്ക്ക് ഒരു ആനുകൂല്യം, ഗർഭിണി എന്ന ആനുകൂല്യം ലഭിക്കുകയാണ്. ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ടോം, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് ഹണി ട്രാപ്പിലൂടെ യുവാവിന്റെ 60 ലക്ഷം രൂപയും 61 പവൻ സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിലാണ് യുവതി പിടിയിലായിരിക്കുന്നത്.